സുഖമാണല്ലോ അല്ലേ? നമ്മുടെ പൂജയുടെ അവധിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പഠിത്തത്തിലേക്ക് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്ററിങ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എന്താണ് ലെറ്ററിങ് എന്ന് പറഞ്ഞാൽ? എന്താ ശരിക്കും ലെറ്ററിങ് എന്ന് പറഞ്ഞാൽ? ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ലെറ്ററിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ഇപ്പോൾ ഒരു ഡ്രോയിങ്, ഇതൊരു ഡ്രോയിങ് ഷീറ്റാണ് ഇരിക്കുന്നത്. ഇതാണ് ഒരു ഡ്രോയിങ് ഷീറ്റ്. ഈ കാണിച്ചിരിക്കുന്ന നമ്മളൊരു ഡ്രോയിങ് വരച്ചു. ഈ ഡ്രോയിങ്ങിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണമല്ലോ അല്ലേ? അത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതണ്ടേ? ഇപ്പം അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതണം, ഇതെന്താ സാധനം എന്നുള്ളത് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഇത് ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗം കണ്ടോ, അടിയിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഈ കോളം കണ്ടോ, ഇതിന് പറയുന്ന വരെ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയും. ഈ ടൈറ്റിൽ ബ്ലോക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വയ്ക്കും. ഇത് ഏത് കമ്പനിയുടെയാണ്, ഏത് സ്കെയിലാണ് വരച്ചത്, ഏത് പ്രൊജക്ഷനിലാണ് വരച്ചത്, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വയ്ക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ കുറേ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊന്നുമില്ല, നിങ്ങളുടെ വീടിൻ്റെ ഒരു പ്ലാനൊക്കെ ഉള്ള ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. എഴുതിയിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് അതിൻ്റെ സൈസ് എഴുതിയിരിക്കുന്നതായിട്ടും കാണാം. കുറേ അക്കങ്ങൾ കൊണ്ട് എഴുതിയിരുന്ന അക്ഷരങ്ങൾ കൊണ്ട്. ഇങ്ങനെ ഈ എഴുതുന്നതിന് ഉപയോഗിക്കുന്ന പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ലെറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിംഗ് ടൈറ്റിൽസ്, ഡയമെൻഷൻസ്, നോട്ട്സ്, അതർ ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലേഴ്സ് ഓൺ എ ഡ്രോയിങ് ഈസ് കോൾഡ് ലെറ്ററിങ്. അപ്പം നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്, ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഴുതണം. അപ്പോൾ എഴുതുന്നതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. പല ശൈലികളിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ നോട്ട് എഴുതുന്ന പോലെയല്ല ഇവിടെ എഴുതുക. നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യേക അളവുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലെറ്ററിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഏതൊക്കെയാണ് അളവ്, ഏതൊക്കെയാണ് ആ മെത്തേഡുകൾ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഇപ്പോൾ കാലഹരണപ്പെട്ടൊരു സംഭവമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആരും എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും ഈ വരച്ചുണ്ടാക്കുന്നില്ല ഡ്രോയിങ് ഒന്നും. എന്ത് ചെയ്യുന്നുള്ളൂ? ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. കമ്പ്യൂട്ടറിലാണ് നമ്മളിതെല്ലാം ഈ ഡ്രോയിങ്ങുകളെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളുടെ സിലബസിൽ ഇത് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും നമ്മളിത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുള്ളതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ ചെയ്യുക, നമ്മൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നമ്മൾ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ലെറ്ററിങ് രീതിയിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ്, ഒരു വേർഡോ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സോ തന്നിട്ട് അത് ലെറ്ററിങ് ഇന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങളെ സംബന്ധിച്ച് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻസിൽ തന്നെ വേണം ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ലെറ്ററിങ്, ഏതൊക്കെ ടൈപ്പാണ് ലെറ്ററിങ് ഉള്ളതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് ഗോത്തിക് ലെറ്ററിങ്ങും ഒന്ന് റോമൻ ലെറ്ററിങ്ങും. ഗോത്തിക് ലെറ്ററിങ് തന്നെ നമ്മൾ അതിനെ വീണ്ടും തരംതിരിച്ചുകൊണ്ട് വെർട്ടിക്കൽ ലെറ്ററിങ് എന്നും ഇൻക്ലൈൻഡ് ലെറ്ററിങ് എന്നും. ഓക്കെ. ഇനി വെർട്ടിക്കൽ ലെറ്ററിങ് തന്നെ നമ്മൾ അതിനകത്ത് എഴുതുന്നുണ്ട് സിംഗിൾ സ്ട്രോക്ക് എന്നും ഡബിൾ സ്ട്രോക്ക് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഈ സിംഗിൾ സ്ട്രോക്കിനെ ടൈപ്പ് എ ലെറ്ററിങ് എന്നും ടൈപ്പ് ബി ലെറ്ററിങ് എന്നും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് സിംഗിൾ സ്ട്രോക്കിന്. അപ്പോൾ ഇങ്ങനെയാണ്. അതുപോലെ റോമൻ ലെറ്ററിങ്ങിനെയും വെർട്ടിക്കൽ എന്നും ഇംഗ്ലൈൻഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഈ ഇംഗ്ലൈൻഡ്, അല്ലെങ്കിൽ ടൈപ്പ് എ, ടൈപ്പ് ബി, അല്ലെങ്കിൽ ഡബിൾ സ്ട്രോക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. ഓരോന്നിനെയും കുറിച്ചും വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് വെർട്ടിക്കലായിട്ടായിരിക്കും. അതായത് ചെരിഞ്ഞൊന്നും അല്ലാതെ കറക്റ്റ് വെർട്ടിക്കലായിട്ട് ഇതിൻ്റെ ലൈനുകളെല്ലാം ഇത് നമുക്ക് ഒരു അക്ഷരം നോക്കുമ്പോൾ അത് കുത്തനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുത്തനെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ഈ സിംഗിൾ സ്ട്രോക്ക് എന്തായിട്ട് ഈ സ്ട്രോക്ക് നമുക്ക് നോക്കണമല്ലോ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേനയോ അല്ലെങ്കിൽ പെൻസിലോ വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം വരയ്ക്കുന്നതാണ് എന്ത് പറയുക? സിംഗിൾ സ്ട്രോക്ക് എന്ന് പറയുക. എത്ര പ്രാവശ്യം വരയ്ക്കുന്നു? നമ്മൾ ചില സമയത്ത് നമ്മൾ ചില ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഒന്നോടെ വരച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് കറപ്പിച്ചൊക്കെ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തല്ല, സിംഗിൾ സ്ട്രോക്ക് അല്ല. അപ്പോൾ അങ്ങനെ ഒറ്റ പ്രാവശ്യം നമ്മുടെ പേനയോ പെൻസിലോ മൂവ് ചെയ്യിച്ച് എഴുതുന്നതിന് എന്താണ് പറയുന്നത്? സിംഗിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതല്ല, അതായത് ഇവിടെ നിന്ന് ഞാൻ പെൻസിൽ ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങി, പിന്നെ കൈയെടുക്കാതെ ആ ബി എന്നുള്ള ലെറ്റർ കംപ്ലീറ്റ് ചെയ്തു എന്നല്ല. ബിയിൽ നിന്നുള്ള ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അതിനകത്ത് ഇപ്പം ഇവിടം വരെ ഫസ്റ്റ് ഒരു വര വരച്ചു, അതിനുശേഷം കൈ ഞാൻ എടുത്തു, അതായത് വീണ്ടും ഈ ബി എന്നുള്ള ഈ ഭാഗം ഞാൻ വീണ്ടും രണ്ടാമത് വരച്ചു, അടുത്തത് മൂന്നാമത് വരച്ചു. അങ്ങനെയുള്ളൊരു എന്ന് പറയുക സിംഗിൾ സ്ട്രോക്ക് തന്നെ നമ്മൾ പറയും.
എന്താണ് സിംഗിൾ സ്ട്രോക്ക് എന്ന്? ഈ വരച്ചതിന്റെ മുകളിൽ കൂടെ വീണ്ടും ഒന്നുകൂടി വരയ്ക്കില്ല. അതിനാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? സിംഗിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ്? നമ്മൾ കുറെ കള്ളീന്റെ ഉള്ളിലാണ് വരച്ചേക്കുന്നത് അല്ലേ? അപ്പൊ ഈ കള്ളിയുടെ ഉള്ളിൽ വരച്ച വേണ്ടി ഇതിനൊക്കെ ഒരു കൃത്യമായിട്ട് അളവുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളി വരച്ചിട്ട് ഗ്രാഫ് പോലെ നമ്മൾ വരച്ചിട്ട് അതിനകത്ത് വരയ്ക്കുന്നത്. അപ്പൊ ആ കൃത്യമായിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഗ്രാഫ് വരച്ചിട്ടല്ല വരയ്ക്കുക. ഇത് നമ്മൾ വരച്ച് പഠിക്കാൻ നേരത്ത് ആ ഒരു ലെറ്ററിന്റെ സൈസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്രാഫ് പോലെ വരച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ ലെറ്ററും ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രിന്റ് ചെയ്യണമല്ലോ. പ്രിന്റ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പിലാണോ ലെറ്റർ കിട്ടുന്നത് ആ ടൈപ്പിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുക. അതായത് എഴുതുന്നതിനൊരു വൃത്തിയും കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാക്കിയെടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത് ലെറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഒറ്റ പ്രാവശ്യം എഴുതി എടുക്കുന്ന ആ രീതിയിലുള്ള ലെറ്ററിങ്ങിന് പറയുന്ന പേരാണ് സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടു എ എന്നുള്ള ലെറ്റർ നമ്മൾ ഈ എഴുതിയേക്കുന്നുണ്ട്. എ എന്നുള്ള ലെറ്റർ കണ്ടു. അപ്പൊ അതിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇതിലാണ് എ എന്നുള്ളത്. നമ്മൾ സാധാരണ എ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യുക? അതിന്റെ സെൻട്രലാണ് ഈ ഒരു ക്രോസ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ക്രോസ്. പക്ഷെ ഇവിടെ നോക്കിയോ സെൻട്രലല്ല വന്നിരിക്കുന്നത്. ഇനി ബി നോക്കിയോ, ബി നമ്മൾ മുകളിലത്തെ ഈ കർവ് വരുന്നേക്കുന്നത് ചെറുതും അടിയിൽ വന്നിരിക്കുന്നത് വലുതാക്കിയാണ് വന്നേക്കുന്നത്. ഇത് ഈ രീതിയിലാണ് എഴുതുന്നത് സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിൽ ബി എഴുതുക. അപ്പോൾ ഒരു കർവ് വലുതും ഇത് ഒരു ഭാഗം വലുതും അടിഭാഗം വലുതും മുകൾ ഭാഗം ലേശം ചെറുതുമായിരിക്കും. ഇനി അതേപോലെ തന്നെ ഈ ഈയുടെ നോക്കിയോ, ഈയുടെ ഒരു ഭാഗം ഈ നടുഭാഗം ഏറ്റവും ചെറുതും മുകൾ ഭാഗം കുറച്ച് വലുത്, ഈ ഏറ്റവും അടിഭാഗം കുറച്ചും കൂടി വലുതായിരിക്കും. ഈ രീതിയിലാണ് ഏത് പറയുന്നത് ഈ എന്നുള്ളത്. ഇത് നമുക്ക് ഡബിൾ സ്ട്രോക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. ഇനി എഫ് എന്നുള്ളത് അതുപോലെ തന്നെ എം എന്നുള്ളത് നമ്മൾ സാധാരണ എം എഴുതുമ്പോൾ ഈ അടിവരെ മുട്ടിക്കോ ഇല്ല. ഇതിനകത്ത് നോക്കിയോ ഏറ്റവും അടിവരെ, അതായത് എം തുടങ്ങിയത് എവിടെയാണോ അവിടം വരെ ആയിരിക്കും ഇതിന്റെ സെന്ററും വന്ന് മുട്ടുക. കണ്ടോ, ഈ ലൈനിൽ തന്നെയായിരിക്കും സെന്ററിനെയും വന്ന് മുട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ആറ്, എസ്, ടി, ഡബ്ല്യുവും ഇതേ രീതിയിൽ തന്നെ. ഡബ്ല്യുവിന് ഇത് ചെരിഞ്ഞാണ് വരിക. ഇപ്പൊ എമ്മിൽ നോക്കിയാൽ സ്ട്രെയിറ്റ് ആണ് ഫസ്റ്റത്തെ ലൈൻ പോയിരിക്കുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് വെർട്ടിക്കലായിട്ട് പോയിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെയല്ല, ഈ ഡബ്ല്യു ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് സെന്റർ വരെ മുട്ടിയിട്ടാണ് ഡബ്ല്യു എഴുതുക. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഈ രീതിയിൽ ഈ ലെറ്ററിങ്ങിൽ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി ഓ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത് ഓ ശരിക്കും വൃത്താകൃതിയിലല്ല എഴുതുക, ഒരു ദീർഘവൃത്താകൃതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഓ ഇതിനകത്ത് എഴുതുക. വെറും വൃത്താകൃതിയിലല്ല, ദീർഘവൃത്താകൃതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഓ എഴുതുക. അപ്പൊ ഇങ്ങനെ ചില പ്രത്യേകതകൾ നമ്മൾ ഈ വെർട്ടിക്കൽ ലെറ്ററിങ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്താണ് നമ്മൾ ഗോത്തിക് സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്ററിങ് എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് എന്താ ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ സ്ട്രോക്ക് ആണ്. സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വരച്ചതിന്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കില്ല. അതാണ് സിംഗിൾ സ്ട്രോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരത്തിന് നോക്കിയ ഒരു ചെരിവില്ലേ അല്ലേ, നമ്മൾ നേരത്തെ കണ്ട വെർട്ടിക്കൽ ലെറ്ററിനെക്കാളും അക്ഷരങ്ങൾ ഒരു ചെരിഞ്ഞു പോലെ നിൽക്കുന്നില്ലേ അല്ലെ? ശരിക്കും നമ്മൾ പറഞ്ഞ ആരുടെ പോലെ ഉണ്ട്? മോഹൻലാലിനെ പോലെ ഉണ്ട് അല്ലെ, ഏകദേശം മോഹൻലാൽ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞിരിക്കുന്നത്. ആരെ പോലെയാണ്? നമ്മുടെ നടൻ മോഹൻലാലിനെ പോലെ. അതിനൊരു അളവുണ്ട്, ഈ ചെരിഞ്ഞിരിക്കുന്നതിനൊരു അളവുണ്ട്. ആ അളവാണ് 75 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുക, ഇത് ചെരിഞ്ഞിരിക്കുക. എത്ര ഡിഗ്രിയാ? 75 ഡിഗ്രിയിലാണ് ഇത് ചെരിഞ്ഞിരിക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് 15 ഡിഗ്രി എന്നായിരിക്കും കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഒരു ഇതിൽ പറഞ്ഞുതരാം എന്തുകൊണ്ടായിരിക്കും. അപ്പൊ സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ഡിഗ്രിയിലോ അല്ലെങ്കിൽ 15 ഡിഗ്രിയിലോ ചെരിഞ്ഞിരിക്കുന്ന ലെറ്ററുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് ഒരു ചെരിഞ്ഞിരിക്കുന്ന ലെറ്ററുകൾ. ഓക്കെ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ലെറ്ററിന് ചെയ്തു പറഞ്ഞിരിക്കുന്ന അത് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഒറ്റ വ്യത്യാസമുള്ളൂ, ഇതൊരു ചെരിഞ്ഞാണ് ഇരിക്കണേന്ന് മാത്രം. അതാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇൻക്ലൈൻഡ് ലെറ്റർ ഏത് രീതിയിലുണ്ട്? 2 ടൈപ്പിൽ നമ്മൾ പറയാറുണ്ട്. സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ നമ്മൾ 2 രീതിയിൽ പറയാറുണ്ട്. അപ്പൊ എന്താണ് നോക്കുക? ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ലീൻ ടു ദ റൈറ്റ്. അതായത് ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞിരിക്കുക. എവിടേക്ക്? റൈറ്റിലേക്ക്, വലതുവശത്തേക്ക് ഒരു ചെരിവ്. ആരെ പോലെ? നമ്മുടെ മോഹൻലാലിനെ പോലെ വലതുവശത്തേക്ക് ഒരു ചെരിവ്. ദ സ്ലോപ്പ് ബീയിങ് 75 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. എത്രയാണ് സ്ലോപ്പ്? 75 ഡിഗ്രി. എന്തുമായിട്ട് ബേസ് ചെയ്യുമ്പോൾ? ഹൊറിസോണ്ടലായിട്ട് ബേസ് ചെയ്യുമ്പോൾ 75 ഡിഗ്രി. ഇനി അടുത്ത പോയിന്റ് എന്താ നമ്മൾ നോക്കുക? ഇംഗ്ലണ്ട് ലെറ്റേഴ്സ് ലീൻ ടു ദ റൈറ്റ്. എവിടേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്? ലീൻ ചെയ്തിരിക്കുന്നത്. ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിരിക്കുക. എവിടേക്ക്? റൈറ്റിലേക്ക്, വലതുവശത്തേക്ക്. ദ സ്ലോപ്പിംഗ് ബീയിങ് 15 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. ഈ 2 വേർഡുകൾ മാറുമ്പോഴാണ് ഈ ആംഗിളുകൾ മാറുന്നത്.
അതായത് വിത്ത് ദ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രിയും വിത്ത് ദ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് 15 ഡിഗ്രി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഈ ചെരിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? ഈ ചെരിഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇസഡിന്റെ കാര്യം നോക്കാം. ഈ ചെരിഞ്ഞിരിക്കുന്നത് അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? 75 ഡിഗ്രിയിലായിട്ട്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായിട്ടുള്ള. അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ എത്ര ഡിഗ്രിയാ? 75 ഡിഗ്രിയാണ്. ഹൊറിസോണ്ടലുമായിട്ട് നോക്കുമ്പോൾ ഈ അക്ഷരം ചെരിഞ്ഞിരിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 75 ഡിഗ്രിയിലാണ്. ഇനി വെർട്ടിക്കലായിട്ട് ഞാനിവിടെ വെർട്ടിക്കലായിട്ട് ലൈൻ വെച്ച് വെച്ചോ. അപ്പൊ എത്ര ഡിഗ്രിയിൽ വെച്ചിരിക്കുന്നത്? ഈ ആംഗിൾ എത്രയായിരിക്കും? 15 ഡിഗ്രി. ശരിക്കും നമ്മൾ ഇങ്ങനെ എൽ എന്ന് പറഞ്ഞ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് ശരിക്ക്? 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടുന്ന് 75 ആണ്, ഇവിടുന്ന് എത്ര വരും? 75 പ്ലസ് 15 അല്ലേ 90. അപ്പൊ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്ന ഏതായിരിക്കും? 15 ഡിഗ്രി എന്നായിരിക്കും. അപ്പൊ വേറൊരാൾ പറയാ അല്ല 15 അല്ല 75 പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയരുത്? തെറ്റിദ്ധരിക്കണ്ട. എന്താ കാര്യം? 15 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, 75 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എങ്ങനെയാണ് കറക്റ്റ് ആവുക? ഹൊറിസോണ്ടലിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ എത്രയായിരിക്കും? അത് 75 ഡിഗ്രി ആയിരിക്കും. വെർട്ടിക്കലിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി ചെരിവിലായിരിക്കും വിത്ത് റെഫറൻസ് ടു വെർട്ടിക്കൽ. ഇനി വിത്ത് റെഫറൻസ് ടു ഹൊറിസോണ്ടൽ ആണെങ്കിൽ എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ട് രീതിയിലും മാറി മാറിയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അപ്പൊ അന്നേരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് 75 ആണോ 15 ആണോ എന്ന്. എന്തുകൊണ്ടായിരിക്കും? ഇത് 90 ഡിഗ്രിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ആ 90 ഡിഗ്രിയിൽ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ 75 എന്ന് പറഞ്ഞാൽ അടുത്ത സൈഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കണം? ഇപ്പുറ സൈഡ് നമ്മൾ നടക്കുമ്പോൾ 15 ഡിഗ്രി ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായത് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിങ്. ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെറ്ററിനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ പ്രാവശ്യം ഒരു വരച്ച സ്ഥലത്ത് കൂടെ ഒന്നിന്റെ മുകളിൽ കൂടെ ഒരു പ്രാവശ്യം വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഏതില്? സിംഗിൾ സ്ട്രോക്കില്. ഡബിൾ സ്ട്രോക്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരയ്ക്കും, 2 പ്രാവശ്യം വരയ്ക്കും. അതാണ് എന്ത് പറയുന്നത്? ഡബിൾ സ്ട്രോക്ക്. അപ്പൊ എന്തായിരിക്കും? അക്ഷരത്തിന് കുറച്ച് കട്ടിയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ അക്ഷരങ്ങൾക്കൊക്കെ നല്ല കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? എഴുതിയേക്കുന്നത് നല്ല കട്ടിയിലല്ലേ എഴുതിയേക്കണേ? അങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിംഗ് എന്ന് പറഞ്ഞത്. ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക ഡബിൾ സ്ട്രോക്ക് അല്ല, സിംഗിൾ സ്ട്രോക്ക് ആണ് നമ്മളോട് എപ്പോഴും ചോദിക്കുക. അതും നമുക്ക് പരീക്ഷയ്ക്ക് ഇതുവരെ കണ്ടേക്കുന്നത് ഏതായിരിക്കും? സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലൈൻഡ് സാധാരണ ചോദിച്ച് കാണാറില്ല. നിങ്ങൾക്കൊന്നും ഇംഗ്ലൈൻഡ് സാധാരണ ചോദിച്ച് കാണില്ല. പക്ഷെ ഇംഗ്ലൈൻഡ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണം? എത്രയാണ്? 75 ഡിഗ്രിയിൽ ഹൊറിസോണ്ടലിനെ ബേസ് ചെയ്ത് 75 ഡിഗ്രിയിലോ അല്ലെങ്കിൽ വെർട്ടിക്കലിനെ ബേസ് ചെയ്ത് 15 ഡിഗ്രിയിലോ വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇംഗ്ലൈൻഡ് ലെറ്ററിംഗ് എന്ന് നമ്മൾ പറയാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ. ഏത്? ബി വരയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ ബി വരച്ചേക്കുന്നത് മുകളിലുള്ള ഈ കർവ് ഭാഗം ചെറുതും അടിയിലുള്ളത് വലുതുമായിട്ട് വരച്ചിരിക്കുന്നു. കണ്ടോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബി വരയ്ക്കേണ്ടത്. ഇനി ഈ നോക്ക്, ഈ ഒരെണ്ണം മുകളിലുള്ളത് ഇത്രയേ ഉള്ളൂ. അതിനേക്കാളും ചെറുതാണ് ഏതെന്ന് പറയുന്നത്? നടുക്കുള്ള ഈ ലൈന്. ഇനി ഇതിന്റെ എല്ലാത്തിനേക്കാളും വലുതാണ് അടിയിലുള്ള ലൈന്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എഫും അതുപോലെ തന്നെ മുകളിലുള്ളത് വലുതും നടുക്കുള്ള ഈ വര ചെറുതുമായിരിക്കും. ഇനി അതുപോലെ തന്നെ എം നോക്കിയോ, വെർട്ടിക്കലായിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് ഇവിടെ ഈ ലൈൻ വെർട്ടിക്കലായിട്ടായിരിക്കും. അതുപോലെ അതിന്റെ ആ സെന്റർ, ആ ലൈനിൽ തന്നെ, അതായത് തുടങ്ങിയ ലൈൻ എവിടെയാണോ അവിടെ തന്നെ ഇതിന്റെ സെന്റർ വന്ന് ടച്ച് ചെയ്യുന്നത്. നോക്കിയേ, സെന്റർ വന്ന് ടച്ച് ചെയ്തു. ഇനി ഡബ്ല്യു വരുമ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടല്ല താഴേക്ക് വരയ്ക്കുന്നത്. എന്തായിരിക്കും? ഇംഗ്ലൈൻഡ് ആയിട്ടായിരിക്കും താഴേക്ക് വരച്ച് നമ്മൾ ഡബ്ല്യു വരയ്ക്കുന്നത്. ഡബ്ല്യു. അപ്പൊ ഇങ്ങനെ ചില പ്രത്യേകതകൾ ഏതിനുണ്ട്? ഈ ലെറ്ററിങ്ങിൽ ഈ വെർട്ടിക്കൽ ഡബിൾ സ്ട്രോക്കിലും സിംഗിൾ സ്ട്രോക്കിലും വരയ്ക്കുമ്പോൾ നമുക്കുണ്ട്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ലെറ്ററുകളുടെ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കി. ഇനി ഡബിൾ സ്ട്രോക്കിൽ തന്നെ ഇംഗ്ലൈൻഡ് ലെറ്ററിംഗ്. ഇംഗ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു? 75 ഡിഗ്രി ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് 15 ഡിഗ്രി. അത് തന്നെയാണ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രോക്ക് ഇംഗ്ലൈൻഡ് ലെറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്ത് ഇനി ലോവർ കേസ് ലെറ്ററിംഗ് ആണ്. സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ് ലോവർ കേസ്, അതായത് ചെറിയ അക്ഷരം. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരങ്ങളും, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇല്ലേ, അതിനാണ് നമ്മൾ അപ്പർ കേസ് എന്ന് പറയുന്നത്. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരം, അതായത് സ്മോൾ ലെറ്ററുകൾ. അപ്പോൾ സ്മോൾ ലെറ്ററുകൾ എങ്ങനെ എഴുതാന്നുള്ളതാണ് എഴുതുന്നുള്ളത് സിംഗിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരേ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുള്ളൂ? വരച്ചതിന്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കില്ല. അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി റോമൻ വെർട്ടിക്കൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, റോമൻ ലെറ്റേഴ്സ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എ ഒക്കെ നോക്കി എല്ലാ ഭാഗത്തും അതിന് ഒരേ തിക്നെസ് ആയിരുന്നു. ആ വരച്ചിരിക്കുന്നതിന് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയിരുന്നു. ഇവിടെ നോക്കി അങ്ങനെയാണോ? നേരത്തെ നമ്മൾ കണ്ട
വെർട്ടിക്കൽ ലെറ്റേഴ്സുകൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ലെറ്റേഴ്സ് ആണെങ്കിലും ഡബിൾ സ്ട്രോക്ക് ആണെങ്കിലും സിംഗിൾ സ്ട്രോക്ക് ആണെങ്കിലും അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയിരുന്നു. ഇതിനകത്ത് അങ്ങനെയാണോ? ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് എങ്ങനെയാണ്? ചില ഭാഗങ്ങൾ തിക്നെസ് കൂടുതലും ചില ഭാഗങ്ങൾ തിക്നെസ് കുറവുമായിട്ടാണ് ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റോമൻ വെർട്ടിക്കലിൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സിംഗിൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു? ഒറ്റ പ്രാവശ്യം വരയ്ക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ഇത് കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ചിസൽ രീതിയിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ പെൻസിലുകൾ കൂർപ്പിക്കുന്ന രീതികൾ നമ്മൾ പറഞ്ഞില്ലേ? ആ പെൻസിലുകൾ കൂർപ്പിക്കുന്ന രീതിയിൽ ചിസൽ രീതിയിൽ കൂർപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഏത് ഇത് കിട്ടും? റോമൻ വെർട്ടിക്കൽ ലെറ്ററുകൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ചിസൽ രീതിയിൽ കൂർപ്പിച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബ്രഷ് കൊണ്ടൊക്കെ എഴുതുമ്പോൾ ചില ആർട്ടിസ്റ്റ് ഒക്കെ എഴുതാൻ കണ്ടിട്ടില്ലേ? ബ്രഷ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു സൈഡിൽ വീതി ഉണ്ടാവും, ഒരു സൈഡിൽ വീതി കുറവായിരിക്കും അല്ലെ? ചില ഭാഗങ്ങളിൽ വീതി കൂടുതലായിരിക്കും ലെറ്ററിന്. അങ്ങനെയുള്ള ലെറ്ററിനാണ് ഏത് പറയുന്നത്? റോമൻ വെർട്ടിക്കൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ ഇപ്പൊ എന്തുണ്ടാവും? റോമൻ ഇംഗ്ലണ്ട് ലെറ്റേഴ്സ് ഉണ്ടാവും. അതെന്തായിരിക്കും പ്രത്യേകത? ഈ 45 ഡിഗ്രി അല്ല 75 ഡിഗ്രിയിൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് ബേസ് ചെയ്യുമ്പോൾ 75 ഡിഗ്രിയിലായിരിക്കും. വെർട്ടിക്കലായിട്ട് ബേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? വെർട്ടിക്കലായിട്ട് ബേസ് ചെയ്യുമ്പോൾ 15 ഡിഗ്രിയിലും ആയിരിക്കും, ചെരിഞ്ഞിരിക്കും. ഇതിനാണ് റോമൻ ഇംഗ്ലണ്ട് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലെറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇംഗ്ലണ്ട് ലെറ്റേഴ്സിന്റെ ആംഗിൾ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആ ലെറ്ററുകൾ എഴുതുന്ന രീതി, ഓരോ ലെറ്ററുകളും എഴുതുന്ന രീതിയെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഒരു ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് എങ്ങനെയാ അടുത്ത നമ്മൾ ബാക്കി പറഞ്ഞില്ലേ എ ടൈപ്പ് ബി ടൈപ്പ് ഒക്കെ പറഞ്ഞില്ലേ, ആ ഒരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.